ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ വെള്ളിയാഴ്ച ലോകത്തിലുള്ള സകല ക്രൈസ്തവരും അവരുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ യാഗമരണം പ്രത്യേകം ഓർക്കുന്ന ഒരു ദിവസമാണ്. ആ യാഗമരണത്തിലൂടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താണ് ചെയ്തത്, ക്രിസ്ത്യാനിറ്റിയുടെ പഠിപ്പിക്കൽ എന്താണ് എന്ന് ഒരു ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന വസ്തുത നിഷേധിക്കാനാകാത്ത ചരിത്ര സത്യമാണ്. ലോകത്തിലെ ഒരു ചരിത്രകാരന്മാർക്ക് പോലും യേശു കർത്താവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും യാതൊരു നിലയിലും നിഷേധിക്കാനായിട്ട് സാധിക്കില്ല എന്നത് വളരെ പരമാർത്ഥമായ ഒരു വസ്തുതയാണ്. ആ യാഗമരണത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മറ്റ് ഹീറോസായിട്ട് ആളുകൾ കണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ മരിച്ചതുപോലെ ഒരു കേവലം മരണം മാത്രമായിരുന്നു? അതോ ഈ യാഗമരണത്തിന്, യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ എന്ന് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ, വിശുദ്ധ തിരുവെഴുത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഇൻഫർമേഷൻ 100% റിലയബിളാണ്. അത് ട്രസ്റ്റ് വർത്തി ഡോക്യുമെൻ്റാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് നോക്കിയാലും അന്നത്തെ മാനുസ്ക്രിപ്റ്റ് സോഴ്സസ് നോക്കിയാലും അങ്ങനെ ഏത് നിലയിൽ പരിശോധന നടത്തിയാലും 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ തിരുവെഴുത്ത് 100% ഹിസ്റ്റോറിക്കലി റിലയബിളായ ഡോക്യുമെൻ്റാണ് എന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ തെളിയിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മറ്റ് മുഖവരകൾ ഒന്നും തന്നെ കൂടാതെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ക്രൂശ് മരണത്തെ രണ്ട് കാര്യം പ്രത്യേകാൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദ ഗ്രേറ്റ്നെസ് ഓഫ് അവർ ഹോസ്റ്റിലിറ്റി ടുവേർഡ് ഗോഡ്. മനുഷ്യൻ്റെ ദൈവത്തോടുള്ള വൈരാഗ്യം, ശത്രുത്വം എന്താണെന്ന് ആ ക്രൂശിനെ നോക്കിയാൽ മതി. ഏകജാതനായ പുത്രൻ 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യർക്ക് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്ത്, മരിച്ചവരെ ജീവിപ്പിച്ച് എല്ലാം നന്മയും ചെയ്ത് ജീവിച്ച വാഴ്ത്തപ്പെട്ട കർത്താവിനെ മനുഷ്യൻ്റെ വിദ്വേഷവും ശത്രുത്വവും നിമിത്തം ക്രൂശിലേൽപ്പിച്ചു എന്നത് ചരിത്രപരമായ സത്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേവലം മനുഷ്യൻ്റെ വിരോധവും വൈര്യവും വിദ്വേഷവും കാരണം ആ മശിഹായെ ക്രൂശിൽ തറയ്ക്കാൻ റോമാക്കാരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്നതിനേക്കാൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ക്രൂശീകരണം ദ ഗ്രേറ്റ്നെസ് ഓഫ് അവർ സിൻ അഗെയിൻസ്റ്റ് ഗോഡ്. ദൈവത്തോടുള്ള നമ്മുടെ പാപം എത്ര വലുതായിരുന്നു, എത്ര ആഴമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ക്രൂശിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ പാപമാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. അല്ലാതെ മനുഷ്യന് യേശുവിനോടുണ്ടായിരുന്ന വൈരാഗ്യമോ അല്ലെങ്കിൽ റോമ ഗവൺമെൻറ്റിന് ക്രിസ്ത്യാനികളോടുണ്ടായിരുന്ന വിദ്വേഷമോ അതൊന്നുമായിരുന്നില്ല. യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തതോ അതിനല്ല പ്രാധാന്യത. മാനവജാതിയുടെ ദൈവത്തിനെതിരെയുള്ള പാപം എത്ര കഠിനമായിരുന്നു എന്നറിയേണ്ടതിന് ക്രൂശിലേക്ക് നോക്കിയാൽ മതി. ഈ വെള്ളിയാഴ്ച, പ്രത്യേകാലി വെള്ളിയാഴ്ച, ഞാനീ പറയുന്ന സന്ദേശങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയോടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ആരംഭത്തിൽ തന്നെ പ്രബോധിപ്പിക്കട്ടെ. നമ്മൾ ഈ ക്രൂശീകരണത്തിലേക്ക് വിശുദ്ധ തിരുവെഴുത്തുമായിട്ട് പോകുമ്പോൾ 5 പ്രധാന സത്യങ്ങൾ, സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട, ലോകത്തിൽ മനുഷ്യനായി ജനിച്ച സകലരും കേട്ടിരിക്കേണ്ട 5 സത്യങ്ങൾ ഈ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തെ കാര്യം, ക്രൈസ്റ്റ് ബോർ അവർ സിൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം വഹിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം വഹിച്ചു.
അതിനെ സാധാരണ പറയാനായിട്ട് ഇമ്പ്യൂട്ടഡ് സിൻ എന്ന് തിയോളജി അറിയാവുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. അതായത് ദൈവം മാനവകുലത്തിൻ്റെ, തൻ്റെ ജനത്തിൻ്റെ പാപം പുത്രൻ്റെ മേൽ കണക്കിട്ടു എന്നാണ് ക്രൂശീകരണത്തെപ്പറ്റി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 6-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിന് ഒരു പ്രത്യേകത എന്നുള്ളത് യേശു ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾ മുമ്പെഴുതിയ പുസ്തകമാണ്. അത് അങ്ങനെ തന്നെയാണോ, അതോ ക്രിസ്ത്യാനികൾ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ല, യേശു വരുന്നതിന് മുമ്പ് ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന് വളരെ കൃത്യമായ തെളിവ് ക്രൈസ്തവ ചരിത്രത്തിലും ലോക ചരിത്രകാരന്മാരുടെ പക്കലുമുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ സ്ക്രോൾസ് ഒക്കെ നിരവധി അവൈലബിൾ ആണ്. അതുകൊണ്ട് യാതൊരു സംശയത്തിനും ഒരിടവുമില്ലാതെ പറയാം, വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജഡത്തിലെ ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം എഴുതിയിരുന്നു. ആ എഴുതിയ പുസ്തകത്തിനകത്ത് 53-ാമത്തെ അധ്യായമുണ്ട്. ആ അധ്യായത്തിനകത്ത് 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കാമോ? 53-6 ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നാം എല്ലാവരും നാടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കണ്ടോ, യേശുവിൻ്റെ പാപം, യേശുവിൻ്റെ മരണം കേവലം മനുഷ്യന് യേശുവിനോടുണ്ടായിരുന്ന വിദ്വേഷം കൊണ്ട് തന്നെ ക്രൂശി തറച്ചതല്ല, മറിച്ച് യേശുവിൻ്റെ മരണം, മനുഷ്യൻ്റെ പാപം ദൈവം അവൻ്റെ മേൽ ചുമത്തിയത് കൊണ്ടായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. ഹീ ബോർ അവർ സിൻ. വളരെ മനോഹരമായൊരു വാക്യം. കൊരിന്ത്യർക്ക് ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന 2-ാം ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇത് ഗ്രേറ്റസ്റ്റ് ഗോസ്പൽ വേഴ്സ് എന്നാണ് ഈ 2 കൊരിന്ത്യൻസ് 5:21 തിയോളജിയന്മാർ വിളിക്കുന്നത്. അത്രയും റിച്ചായി സുവിശേഷം എന്താണെന്ന് പറയുന്ന മറ്റൊരു വാക്യമില്ല. അതിനകത്ത് 4 കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഗോഡ് ദ ഫാദർ ഈസ് ദ ബെനഫാക്ടർ, ഗോഡ് ദ സൺ ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്, വി ആർ ദ ബെനഫിഷ്യറീസ് ആൻഡ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ബെനഫിറ്റ്. 4 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ പകരക്കാരനാക്കി ഭൂമിയിലേക്ക്, നമുക്ക് പകരക്കാരനാക്കി ഭൂമിയിലേക്ക് അയച്ച് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി മരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പുത്രൻ്റെ നീതി കണക്കിടുന്നു. കണ്ടോ, ഹി ബോർ അവർ സിൻ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിനകത്ത് കണ്ടോ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപം വഹിക്കുകയായിരുന്നു. 2-ാമത്തെ തിരുവെഴുത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്റ്റ് സഫേർഡ് അവർ കേഴ്സ്, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. ഗലാത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ആ അതിശ്രേഷ്ഠ അപ്പോസ്തലനെ കൊണ്ട് ദൈവശ്വാസീയമായ തിരുവെഴുത്തിനകത്ത് കുറിച്ചു വച്ചിട്ടുണ്ട്. ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന 2-ാമത്തെ കാര്യം, യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ നടന്നത് മാനവകുലത്തിൻ്റെ ശാപം മാറാനായി ദൈവം പുത്രനെ ശാപമാക്കി എന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ശാപമെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ
അപ്പനെ അനുസരിക്കുന്നവനാണ് കർത്താവിനെ സ്നേഹിക്കുന്നവൻ. അങ്ങനെയെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനം വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നവനെ തിരുവെടുത്ത് വിളിക്കുന്ന പേര് ശപിക്കപ്പെട്ടവൻ എന്നാണ്. അഥവാ നരകാഗ്നിക്ക് യോഗ്യൻ എന്നാണ് വിളിക്കുന്നത്. ആ നരകാഗ്നിയിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് പ്രമാണം തെറ്റിച്ചത് കൊണ്ട് മാനവകുലത്തിൻ്റെ മേൽ വന്ന ശാപം തീർക്കേണ്ടതിന് ന്യായപ്രമാണത്തിലെ ആ പ്രമാണം സമ്പൂർണമായിട്ടും അനുസരിച്ച് നമ്മുടെ കർത്താവ് മരത്തിന്മേൽ തൂക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇങ്ങനെയാണ് ഗലാത്യ ലേഖനത്തിനകത്തെ വാക്യം. മരത്തിന്മേൽ തൂക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് ശാപമായി പുത്രൻ തമ്പുരാൻ തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ ശാപം മാറ്റി നമ്മളെ നിത്യതയ്ക്ക് ഒരുക്കേണ്ടതിനു വേണ്ടിയാണ്. ഈ ഗുഡ് ഫ്രൈഡേ, ഈ ദുഃഖ വെള്ളിയാഴ്ച കേവലം കർത്താവിനുണ്ടായ പീഡാനുഭവങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരായിട്ടല്ല, കർത്താവിൻ്റെ പാപം ക്രൂശിൽ വഹിക്കുകയായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടി ശാപമാകുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യം. മൂന്നാമതായി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മൂന്നാമത്തെ പർപ്പസ്, ഉദ്ദേശം എന്നുള്ളത്, ആ തിരുവെഴുത്തിനകത്തെ ആ വസ്തുത ഇങ്ങനെയാണ്: ക്രൈസ്റ്റ് വാസ് ഫോർസേക്കൻ ബൈ ഗോഡ് ഇൻ അവർ പ്ലേസ്. അതായത് എന്നെ ദൈവം പാപം നിമിത്തം ഉപേക്ഷിച്ച് കളയേണ്ടതായിരുന്നു, എന്നാൽ എന്നെ ഉപേക്ഷിക്കേണ്ടതിന് പകരം എൻ്റെ സ്ഥാനത്ത് പുത്രനെ, ഏകജാതനെ ഉപേക്ഷിച്ചു, അവിടുന്ന് കൈവിട്ടു എന്നതാണ് ക്രൂശിൽ കാണുന്ന മൂന്നാമത്തെ കാര്യം. അത് മോസ്റ്റ് ടെറിഫൈയിങ് റിസൾട്ട് ഓഫ് അവർ സിൻ ഈസ് ഏലിയനേഷൻ ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മനുഷ്യനെ, ദൈവത്തെ മറന്നുപോയ ആ മനുഷ്യനെ, അതിന് പകരം, എനിക്ക് പകരം തമ്പുരാൻ ദൈവത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് അകന്നു പോകുന്നു. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. കണ്ടോ, പാപം നിമിത്തം ദൈവം മുഖം മറച്ചു. പാപം നിമിത്തം ദൈവത്തോട് മനുഷ്യന് അടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന് പരിഹാരം വരുത്താൻ പുത്രനെ നിത്യത മുതൽ എന്നേക്കും പെർഫെക്റ്റായിട്ടൊന്നായിരുന്ന ആ പുത്രനെ പിതാവായ ദൈവം നമ്മെ ചേർത്ത് പിടിക്കേണ്ടതിന്, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ നിത്യത മുഴുവൻ ദൈവത്തിൽ നിന്ന് നാം വേർപെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം തമ്പുരാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശദമാക്കുന്നത്? യേശുവിൻ്റെ ഫിസിക്കൽ സഫറിങ് വളരെ വേദനാജനകമായിരുന്നെങ്കിലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയോടെ കരഞ്ഞത് ഗെത്സമനയിലെ പാപത്തിൻ്റെ ഭാരം ചുമന്നപ്പോഴായിരുന്നില്ല, മറിച്ച് യേശു ഏറ്റവും വേദനയോടെ കരഞ്ഞത് പിതാവ് തന്നെ കൈവിട്ടപ്പോഴാണ്. നാം എല്ലാവർക്കും വളരെ ബോധ്യമായൊരു വാക്യമുണ്ട്: ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയപ്പെട്ടവരെ, എന്തിനാ കർത്താവ് കൈവിട്ടെന്നറിയാമോ? ആ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി നീട്ടിത്തരാൻ ഈ വിശേഷ ദിവസം ക്രൂശിലേക്ക് നോക്കിയിട്ട് എൻ്റെ പാപം ചുമക്കാനാണ് അവിടെ കയറിയത്, എൻ്റെ ശാപം മാറ്റാനാണ് അവിടെ കയറിയത്. എന്നെ കൈവിടേണ്ടതിന് പകരം, നിത്യത മുഴുവൻ എന്നെ കൈവിടേണ്ടതിന് പകരം എന്നെ തന്നോട് ചേർക്കേണ്ടതിന് ആ പെർഫെക്റ്റ് ഫാദർ
പെർഫെക്റ്റ് സണ്ണും തമ്മിലുള്ള സ്നേഹത്തെ തൽക്കാലത്തേക്ക് ക്രൂശിൽ വേർപിരിച്ചു പിതാവായ ദൈവം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇറ്റേണിറ്റി പാസ്റ്റ് മുതൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ വലിയ ഗ്യാപ്പിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് കർത്താവ് എനിക്കും നിങ്ങൾക്കും പകരം പുത്രനെ പിതാവ് കൈവിട്ടു. എന്നെ തന്നോട് ചേർക്കാൻ ദൈവത്തിന് പ്രിയം തോന്നി. അത്രയും പറയാനേ എനിക്ക് ഈ സാഹചര്യത്തിൽ അവിടെ നിൽക്കാൻ സമയമുള്ളൂ. നാലാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, ക്രൈസ്റ്റ് സഫേർഡ് ദ റാത്ത് ഓഫ് ഗോഡ് ഫോർ അസ് എന്ന് പറഞ്ഞാൽ അതൊരു അൺപോപ്പുലർ ട്രൂത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമാക്കാം. ഇന്ന് കർത്താവ് യേശുവിനെ പിതാവാം ദൈവം കൈവിട്ട് ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചത് ദൈവകോപം അവൻ്റെ മേൽ ചൊരിയപ്പെട്ടത് കൊണ്ടാണ് എന്ന് ദൈവശാസ്ത്രത്തിന് എതിരായി നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. നമ്മുടെ ഇടയിലുമുണ്ട്, മലയാളികളുടെ ഇടയിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ തിരുവെഴുത്ത് ആദ്യോടൊന്ന് പരിശോധിച്ചാൽ നമ്മൾ ഒരു എത്ര വാക്യം, റോമൻസ് 1:18, 5-ാം അധ്യായം, റോമൻസ് 5:10, സാം 7:11-14, സാം നമ്പർ 5:4-6-7, ഇവിടെ എല്ലാം വായിച്ചാൽ ഒരു വാക്യം മാത്രം കാണിച്ചു തരാം. 7:11 സങ്കീർത്തനം, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, അവൻ ദിവസം പ്രതി കോപിക്കുന്നു. എന്താ അർത്ഥം? മനുഷ്യൻ്റെ പാപം നിമിത്തം പരിശുദ്ധനായ ദൈവത്തിന്, നീതിമാനായ ദൈവത്തിന് തൻ്റെ നീതി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, തൻ്റെ ഹോളിനെസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്രൈസ്റ്റ് സഫേർഡ് ദ റാത്ത് ഓഫ് ഗോഡ് ഫോർ അസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ദൈവശാസ്ത്രം. ഞാനും നിങ്ങളും പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ പരിണിതഫലം നമ്മൾ ചുമക്കണമെന്ന ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചേ പറ്റുള്ളൂ. എന്നാൽ ആ നീതി പുത്രൻ്റെ മേൽ കണക്കിടുന്നതിനെയാണ് തിരുവെഴുത്ത് പറയുന്നത് പുത്രൻ്റെ മേൽ ദൈവകോപം ചൊരിഞ്ഞു. ദൈവകോപത്തീയിൽ ക്രൂശിൽ അവിടുന്ന് വെന്തെരിയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച, പ്രത്യേകം ഈ ദിവസം, എന്നും ഓർക്കേണ്ട കാര്യമാണെങ്കിലും ഈ ദിവസം ഇത് മറന്ന് നിങ്ങൾ ആരും പോകരുത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യം ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. 4-5 വാക്യങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്കെല്ലാവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. 6-ാം വാക്യം ഞാൻ അല്പം മുമ്പേ വായിച്ചുകൊണ്ട് വീണ്ടും വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണ് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ? ആ പുത്രൻ്റെ മേൽ നമ്മുടെ പാപം കണക്കിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ വേദന എന്തായിരുന്നു? അത് ക്രൂശ് മുതൽ തുടങ്ങിയതല്ല. നമുക്ക് ഗത്സമനത്തോട്ടം മുതൽ കാണാം. നമ്മുടെ കർത്താവ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വാചകം അവിടെ ഉണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണമേ. എന്തിനാ യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്? യെരുശലേമിലേക്ക് ഈ സാറ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് സാറ്റർഡേ ലാസറിൻ്റെ വീട്ടിലേക്ക് വരുന്നു, സൺഡേ ദൈവാലയത്തിലേക്ക് പോകുന്നു, മൺഡേ അത്തിയെ ശപിക്കുന്നു, അങ്ങനെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആ ഇൻസിഡൻറ്റ് വളരെ കൃത്യമായിട്ട് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം ലഭ്യമാണ്. ഇതിനകത്തെ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകാം. എന്താണ് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ് ഞാൻ മരിക്കാനായിട്ട് പോകുന്നു, അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, എന്ന 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അവിടുന്ന് ട്രൂലി ഗോഡ് ആൻഡ് ട്രൂലി മാൻ ആയിരുന്നു. പിന്നെന്തിനാ കർത്താവ് പ്രാർത്ഥിച്ച് ഈ പാനപാത്രം മാറ്റണമേ? വേറെ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? മുഴുലോകവും അറിയണം. ശ്രദ്ധിച്ച് കേൾക്കണം, മുഴുലോകവും അറിയണം. ഈ മാനവകുലത്തിൻ്റെ പാപം മാറാൻ
ലോകത്തിന് രക്ഷ നൽകാൻ വേറെ ഒരാൾ പോലും ഈ ഭൂമിയിലില്ല എന്ന്, വേറൊരു മാർഗവും ഈ ഭൂമിയിലില്ല എന്ന്, വേറെ ഒരു പ്രോഗ്രാം നടത്തിയാലും ഇതിന് പരിഹാരം വരികയില്ല എന്ന് മുഴുലോകവും അറിയേണ്ടതിന് കർത്താവ് അന്ന് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, വേറെ വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ. ദൈവത്തിൻ്റെ ഉത്തരം, നോ, നീ ഈ പാനപാത്രം മുഴുവൻ കുടിച്ചേ പറ്റുകയുള്ളൂ. ക്രൂശിൽ എന്താണ് നടന്നത്? ആ ദൈവകോപം യേശു കർത്താവ് അത് മുഴുവനേറ്റു. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, മുഴുവനേറ്റെങ്കിൽ നിത്യത മുഴുവൻ നമ്മളെ രക്ഷിക്കാനായിട്ട് നിത്യത മുഴുവൻ ഒരുവൻ കഷ്ടം സഹിക്കണ്ടേ എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. എന്നോടും ചില ആളുകളൊക്കെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, യേശുവിൻ്റെ ആ പെർഫെക്റ്റ് ഡെത്ത് അത് പെർഫെക്റ്റ് വാല്യൂഡായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ, ഞാൻ അതിന് ചെറിയ വിശദീകരണം പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ്ലി വർത്തായിരുന്നു. സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ ഡിഡ് ഹി നോട്ട് ഹൗ ടു സ്പെൻഡ് എറ്റേണിറ്റി ഇൻ ഹെൽ? കാര്യം എന്നെ എറ്റേണിറ്റിയിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് നിത്യത മുഴുവൻ നരകത്തിൽ കഴിയേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് തിരുവെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയാം? ജീസസ് അറ്റോൺമെൻറ്റ് വാസ് ഓഫ് ഇൻഫിനിറ്റ് വാല്യൂ, and being of infinite value could cover and satisfy the demand for eternal punishment. അതെനിക്ക് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ആ ഇൻഫിനിറ്റ് വാല്യൂ ആയ, ഇൻഫിനിറ്റ് വർത്തായ ആ യാഗമരണത്തിൻ്റെ അല്പസമയം കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന സകലരെയും തന്നോട് നിരപ്പിക്കാനുള്ളത് സകലതും കർത്താവ് ക്രൂശിൽ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അഞ്ചാമത്തെ കാര്യം, കർത്താവ് ദൈവകോപം വഹിക്കുക മാത്രമായിരുന്നില്ല. ക്രൈസ്റ്റ് ഡൈഡ് ഇൻ അവർ പ്ലേസ്. ജീസസ് ഡൈഡ് അവർ ഡെത്ത്, ബോർ അവർ പണിഷ്മെൻറ്റ്, ഡൈഡ് ഇൻ അവർ പ്ലേസ്. റോമാലേഖനം 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ഏകൻ്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് പകരം പിതാവായ ദൈവത്തെ സമ്പൂർണമായിട്ടും അനുസരിച്ചു, ന്യായപ്രമാണം മുഴുവനായിട്ട് അനുസരിച്ചു. ഒരിക്കലും യഹൂദന്മാരോട് ഒരു ഹീറ്റഡ് ഡിസ്കഷനിൽ ചോദിച്ചു, നിങ്ങളിൽ ആരെൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? ആർക്കും ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് സാധിച്ചില്ല. പെർഫെക്റ്റ് ലൈഫായിരുന്നു, ന്യായപ്രമാണം കംപ്ലീറ്റ് അനുസരിച്ചു. എന്നിട്ട് കർത്താവ് എൻ്റെ സ്ഥാനത്ത് ക്രൂശിൽ മരിച്ചു. എന്തായിരുന്നു പാപത്തിൻ്റെ ശിക്ഷ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ആ മരണം ഏകജാതനായ പുത്രൻ സ്വീകരിച്ചു എന്നത് എത്ര സന്തോഷം നൽകുന്ന സത്യമാണ്. പത്രോസ് അപ്പോസ്തലൻ, ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ താൻ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, മരണശിക്ഷയേറ്റു. കണ്ടോ? ക്രൈസ്റ്റ് ഡൈഡ് അവർ ഡെത്ത്, Christ bore our punishment, Christ died in our place. ഈ 5 കാര്യങ്ങൾ നിങ്ങളാരും മറന്നു പോകരുത്. ക്രൂശിൽ കർത്താവ് ഒരു രക്തസാക്ഷിയാകുകയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതിയെ ശമിപ്പിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ ഹോളിനെസ് കോംപ്രമൈസ് ചെയ്യാതെ നീതീകരിക്കുന്നവനും വിശ്വസിക്കുന്നവർക്ക് നീതി നൽകുന്നവനും നീതിമാനും നീതീകരിക്കുന്നവനുമാകേണ്ടതിന്. ആ വാക്യം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിക്കുമ്പോൾ, ഹീ ബിക്കം ജസ്റ്റ് ആൻഡ് ജസ്റ്റിഫയർ. അങ്ങനെ ഒരാൾക്കാകാൻ ലോകത്തിലാർക്കും കഴിയില്ല, എന്നാൽ ദൈവത്തിന് കഴിഞ്ഞു. ഏകജാതനായ പുത്രൻ ജസ്റ്റുമായിരുന്നു, ജസ്റ്റിഫയറുമായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്താണ് ക്രൂശിൽ അക്കംപ്ലിഷ് ചെയ്തത്?
ദൈവകോപം പുത്രൻ്റെ യാഗമരണത്തിലൂടെ ശമിക്കപ്പെട്ടു. ദൈവനീതി സമ്പൂർണമായിട്ടും നിവർത്തിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഹോളിനെസ് ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്തില്ല. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനെപ്പറ്റി അപ്പോസ്തലൻ റോമാലേഖനം 4 പറയുന്നത് നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രൻ്റെ മരണം സമ്പൂർണമായിട്ടും സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. മരണത്തിനവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ യാഗമരണം കേവലം സങ്കടത്തോടെ ഓർക്കുക എന്നതല്ല ദുഃഖവെള്ളിയാഴ്ച. ഈ കർത്താവിൻ്റെ യാഗമരണം എൻ്റെ പാപം വഹിച്ചുകൊണ്ടായിരുന്നു, എൻ്റെ ശാപം വഹിച്ചുകൊണ്ടായിരുന്നു, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായിരുന്നു, എൻ്റെ മേലുള്ള ദൈവകോപം മാറേണ്ടതിനായിരുന്നു, എനിക്ക് പകരമായിരുന്നു എന്ന് ഈ സന്ദേശം കേൾക്കുന്നവർ തിരിച്ചറിയുകയും പഴയ വഴികളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് ഈ യാഗമരണത്തിൽ സമ്പൂർണമായിട്ട് വിശ്വസിച്ച് അടിയനെയും പുത്രൻ്റെ യാഗമരണത്തിലൂടെ രക്ഷിക്കണമേ എന്നൊരുവൻ ഹൃദയത്തുറന്ന് പ്രാർത്ഥിച്ചാൽ അവനും ഈ നിത്യജീവന് ഓഹരിക്കാരനായിട്ട് തീരും. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച കേവലം ഈസ്റ്റർ അടുക്കാൻ പോകുന്ന അന്ന് സന്തോഷിക്കാം എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ യാഗമരണം ക്രൈസ്റ്റ് ഡൈഡ് ഇൻ മൈ പ്ലേസ്, എൻ്റെ പാപം ചുമന്നു എനിക്ക് വേണ്ടി അവിടുന്ന് ഉയർത്തു എന്ന് വിശ്വസിച്ച് ഈ ചെറിയ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണമായും സമർപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ഒരു തീരുമാനമെടുത്ത് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ഈ പാഷൻ വീക്കിലെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ദൈവം കൃപയായി നിങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വ്യാപരിപ്പിക്കട്ടെ. ഈ സന്ദേശം വിശ്വാസമായി നിങ്ങളുടെ ഹൃദയത്തിൽ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ത്രിയേക ദൈവനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.